നമ്മൾ അമ്മാമ്മയുടെ വീട്ടിൽ പോവാ കേട്ടോ. നമ്മൾ അയ്യത്തൂടി പോവാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ ഒരു വീടിനപ്പുറം കേട്ടോ. അത് ഇവിടെയൊക്കെ ഒരുമാതിരി കാട് പിടിച്ച് കിടക്കുക. റോഡിൽ കൂടെ പോവാ. നമ്മൾ റോഡിൽ കൂടെ പോകണ്ടെന്ന് വിചാരിച്ചു. ഇതൊരു ഇച്ചിരി ഷോർട്ട്. അടുക്കള വശത്ത് ആരുമില്ല, അടുക്കള ഊട്ടിയേക്കാണ്. നമുക്ക് ഫ്രണ്ടിലൂടെ പോവാട്ടോ. അവൻ്റെ വണ്ടിയാന്ന് തോന്നുന്നില്ലേ. പട്ടിയുണ്ട്, അമ്മാമ്മ, തങ്കച്ചപ്പ, അപ്പച്ച അപ്പച്ച ഞാൻ ആരാ ആ അച്ഛൻ അറിയാം. കണ്ട മറന്നൊന്നും പോയിട്ടില്ല. ഇസവല്ല ഇവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ ചെയ്യ ഒരു പട്ടിയുള്ള ഒന്ന് ചത്തുപോയി. ഇതാണ് അമ്മാമ്മ. ഒരു ഹായ് പറ, ഒരു ഹായ് പറ. കൈ പൊക്കിയിട്ട് പറ ഹായ് എന്ന്. ഹായ്. അമ്മാമ്മ കൈയൊന്നും പൊക്കാൻ വയ്യ കേട്ടാ, വയ്യ. അപ്പച്ച ഹായ് പറ. ഉണ്ടോ അപ്പച്ച ഹായ് പറ. അപ്പച്ച ഫുള്ളും പവറാ. നമ്മുടെ വീട്ടിൽ സ്റ്റാറും തൂക്കി കേട്ടാ. അപ്പം ഇന്ന് അമ്മയും പപ്പയും കൂടെ സാധനം മേടിക്കാൻ പോയായിരുന്നു. അപ്പം മേടിച്ചോണ്ട് വന്നതാണ്. ടാറ്റ. അവളും ടാറ്റ പറഞ്ഞു. നമ്മൾ ഭരണിക്കാവിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ മേടിച്ചു നൈറ്റിലത്തേക്ക്. അപ്പം അതൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. എനിക്കിവിടെ വന്നിട്ട് ചായ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയാണ് ചായ ഇട്ട് തരുന്നത്. അതൊരു വേറെ ടേസ്റ്റാണ്. അമ്മമാർ ചായ ഇട്ട് തരുമ്പോൾ അതൊരു വേറൊരു ഇതല്ല. ചായ ഇട്ട് തന്നു അമ്മ. പിന്നെ പപ്പയ്ക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളിവിടെ നിന്ന് ചായ കുടിക്കുന്നു. അടുക്കളയുടെ അടുത്ത് ഇരുന്നിട്ടാണ് കുടിക്കണേ. നൈസ് വ്യൂ ആണ് ഫ്രണ്ടിലത്തേയും കാണിച്ചു തരാം. നമ്മുടെ പുറത്ത് മതിലുണ്ടെങ്കിലും പറ്റുന്ന രീതിയിലുള്ള പുറത്തെ വ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ട് ലുട്ടാപ്പി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പോയി. അതൊക്കെ കണ്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പം ഇതോ ഓടി വരുന്നു. പറഞ്ഞതേ ഉള്ളു. ഇയാളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമോ രാവിലെ തൊട്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും മുട്ട പുഴുങ്ങിയതും പിന്നെ തേങ്ങാ ചട്നിയാണ്. ഇതാണ് നമ്മളിവിടെ തൂക്കാൻ പോകുന്ന സ്റ്റാർ. വേറെ ഉണ്ട് കേട്ടോ. നമുക്ക് മേളോട്ട് പോകാം. നമ്മളിപ്പോൾ മേളോട്ട് വന്നേക്കുമായിരുന്നു സ്റ്റാർ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അമ്മയും പപ്പയൊക്കെ ആണെങ്കിൽ കടയിൽ പോയപ്പോൾ പുതിയൊരു സ്റ്റാർ മേടിച്ചുകൊണ്ട് വന്നു. ഓൾറെഡി ഇവിടെ സ്റ്റാർ ഇട്ടിരുന്നു, പക്ഷെ ഒരെണ്ണം അങ്ങ് കീറിപ്പോയി. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതാണ്. മഴ നനഞ്ഞിട്ടായിരിക്കും ഒരുമാതിരി കീറിയൊക്കെ പോയി. അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു നല്ല നീല നിറത്തിലുള്ള നല്ല വെറൈറ്റി ഡിസൈനൊക്കെ ഉള്ള മെഴുകുതിരിയാന്ന് തോന്നുന്നു, മെഴുകുതിരി മുന്തിരിങ്ങ അതിൻ്റെ ഡിസൈനൊക്കെ ഉള്ള ഒരു സ്റ്റാർ മേടിച്ചു. കൂടെ ഒരു ചുമന്നതും പിന്നെ ഒരു ചുമന്നതും ആയിട്ടുള്ള സ്റ്റാറൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ഭയങ്കര വെയിലാട്ടത്. എൻ്റെ ബാക്ക് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫേസ് കാണിക്കാം. കണ്ടോ ഭയങ്കര വെയിലല്ലേ. കണ്ടോ ഞാൻ പിന്നെ ചെരുപ്പ് ഇട്ടിട്ടില്ല. പുറത്ത് ഭയങ്കര ചൂടൊക്കെ ഉണ്ട് തറയിൽ. അപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പം ഇന്നാണെങ്കിൽ പപ്പയും അമ്മയും കൂടിയിട്ടാണെങ്കിൽ ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് പറഞ്ഞു. ചിക്കൻ കറി, ബീഫ് കറി, പൊറോട്ട, പിന്നെ ഒരു മടക്ക് പൊറോട്ട ഉണ്ടല്ലോ അത്, പൂരി, ചിക്കൻ ബിരിയാണി മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. പിന്നെ എല്ലാ സംഭവങ്ങളും അപ്പം ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി അപ്പയുടെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് പപ്പയെടുത്ത് പറഞ്ഞു അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണേന്ന് പറഞ്ഞു. അങ്ങനെ കടയിൽ പോയി സാധനങ്ങളും ഒക്കെ കുറച്ച് മേടിക്കാറുണ്ടായിരുന്നു. മല്ലിയില, പുതിന, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുക്കളയിലോട്ട് പോയില്ല. അപ്പോൾ ഇനി പോയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എവിടം വരെയൊക്കെ എത്തിയെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ ഗൈസ്. അപ്പം ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ കേട്ടോ. അതപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ സെവിനാച്ചി ഫോണിലാണ്. അപ്പം നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ അടുക്കളയിലോട്ട് പോവാം കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ എവിടം വരെ എത്തിയെന്നൊക്കെ നോക്കട്ടെ കേട്ടോ.
ചൂടുണ്ടോ? അയ്യോ, ചോറ് വേവുന്നതേ ഉള്ളു കേട്ടോ. ആഹാ, പൊളി ചിക്കൻ കറി. അങ്ങനെ ചോറ് വേവുന്നതേ ഉള്ളൂ, കറി റെഡിയായി. ഇനി നമുക്ക് തൈര് മേടിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പം നമ്മുടെ ഇവിടെ അടുത്തൊരു കടയുണ്ട്. തുറക്കാൻ പറ്റത്തില്ല ദൈവമേ. ഇവിടെ ഒരു കുരിശടി ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് കട. പച്ചക്കറിയൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അതെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നാരങ്ങയാണ്. നമുക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ അമ്മ അച്ചാറാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച നാരങ്ങയാണ്. സമയം 1:15 കേട്ടോ. അപ്പം എല്ലാം ആയി വന്നപ്പോഴേക്കും ഒരു സമയമായി. ഇപ്പം പപ്പടം ഉണ്ട്, വറുത്തത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാലഡ്. പപ്പയുടെ സ്പെഷ്യൽ ബിരിയാണി ആയതുകൊണ്ട് പപ്പ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പിയൊക്കെ തന്നത്. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നൈസ് ടേസ്റ്റ് ആയിരുന്നു. അന്നത്തെ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു ബിരിയാണിക്കുള്ളത്. പൊളി. പുതിയ കണ്ണാടിയൊക്കെ കിട്ടിയമ്മ? കുഞ്ഞിന് മുടിയിലിടാനുള്ള റബ്ബർ, ഇത് വലിയ കൊച്ചിലുള്ള റബ്ബർ, ഇത് വലിയ കൊച്ചിലുള്ള ക്ലിപ്പ്, കാറും കൊള്ള. ഇതൊന്ന് കിച്ചൺ സെറ്റാ. കൊള്ള. കൂടെ ചീനിയും പിന്നെ ഓറഞ്ചും മേടിച്ചിട്ടുണ്ട് കേട്ടോ. മീനുണ്ട്, കാണിച്ചു തരാം. മീൻ മേടിച്ചോട്ടോ. ചൂര, എന്തോ നോക്കട്ടെ. പൊന്നാര. ലിട്ടാബേ, പപ്പയും സെമിന ചാച്ചനും കൂടി മുക്കട വരെ പോവാണ്. അമ്മ ഗേറ്റ് അടയ്ക്കുന്നത്. ഞാനിവിടെ ഒന്ന് പോയി സഹായിക്കട്ടെ കേട്ടോ. ലിട്ടാപ്പി ബാക്കിൽ ഓടിപ്പോന്നു. പുറത്ത് സ്റ്റാറുണ്ട്, മാളിലും ഉണ്ട് കേട്ടോ. ഞാൻ മാളത്തെ കാണിച്ചു തരാം. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ വെക്കുക, നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.